മനുഷ്യന്റെ വില, മനുഷ്യന്റെ കാൽപാദത്തിന് പോലും ഈ വിലയുണ്ട്. അവൻ ആരാണെങ്കിൽ അവൻ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. കവിയുടെ മിത്തല്ല, കവി പറഞ്ഞിട്ടുണ്ട്. കരുരുക്കുന്ന വെനലോടടരാടി കത്തുകാത്തവസാനം ഞങ്ങൾ ഈ ജയം നേടി. എല്ലിനോട വിരാമ മെറ്റുമുട്ടിയ കരി കല്ലുകളെല്ലാം വേർപ്പു നിരുവീനലിഞ്ഞു പോയി. അത് വൈലാപ്പള്ളിയാ, അത് കവിയുടെ കാൽപ്പനിക മിത്ത. കുന്നുകളറിഞ്ഞറിഞ്ഞൊക്കെയും നിരപ്പാക്കി മണ്ണുകൊണ്ട കേലത്തെ കയലിൽ ചിറാകെട്ടി കരുരുക്കുന്ന വെനലോടനേരാടി കത്തുകാത്തവസാനം ഞങ്ങളീ ജയം നേടി. എല്ലിനോട വിരാമ മെറ്റുമുട്ടിയ കരി കല്ലുകളെല്ലാം വേർപ്പു നിരുവീണലിഞ്ഞു പോയി. എല്ലിനോട് അവിരാമം ഏറ്റുമുട്ടിയ കരിങ്കല്ലുകളെല്ലാം നിരുവീണലിഞ്ഞു പോയി. യുവാവിന്റെ വിയർപ്പ് വീണപ്പോ കല്ലലിഞ്ഞു. അത് കവിയുടെ കൽപ്പനികത്ത. അത്രേ ഉള്ളൂ. കല്ലലിയാണെങ്കിൽ ഹൗസ് കരയിലൊക്കെ ആഴ്ചയിലെ കല്ല് മാറ്റുന്നില്ല. എന്നാൽ അലിഞ്ഞിട്ടുണ്ട്. ഏത് കല്ല്? മഖാമ ഇബ്രാഹിം എന്ന മാണിക്കക്കല്ല് ആർക്ക് വേണ്ടി അണിഞ്ഞു? ശറഫാക്കപ്പെട്ട മനുഷ്യന് വേണ്ടി. ഏതവിടെ പഠിപ്പിക്കണമെങ്കിൽ ഇതാണ് യാ അയ്യുഹല്ലദീന, അവരെ കൂടെ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ കൂനു മഅസ്വാദിഖീൻ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു ഗോളം 360 ഡിഗ്രിയാണ്. മധ്യരേഖയെന്ന് 90 ധ്രുവത്തിലേക്ക്, പിന്നെ താഴെ 90, ഒരു പരിച്ഛേദം 180, അടുത്ത പരിച്ഛേദം 180, 360. മധ്യരേഖയ്ക്ക് മുകളിൽ, ഭൂമിക്ക് മുകളിൽ സൂര്യൻ വരും. എന്നിട്ട് എന്ത് ചെയ്യും? സൂര്യൻ 23 ഡിഗ്രി ഇങ്ങോട്ടിറങ്ങും, ധ്രുവത്തിലേക്ക് പോവില്ല. ധ്രുവത്ത് മഞ്ഞ് ഐശ്വര്യ കിടക്കും. അവിടെയൊക്കെ എക്സിമോകൾ താമസിക്കും, നീർനായ്ക്കൾ ഉണ്ടാകും. അവിടെ സിമന്റ് കട്ടയിൽ മനുഷ്യർ ഉണ്ടെങ്കിലുണ്ടാകും. അതും വളരെ അപൂർവം. 23 ഡിഗ്രി ഇങ്ങോട്ടിറങ്ങും. 3 മാസമായി. പിന്നെ 23 ഇങ്ങോട്ട് കയറും. അപ്പോൾ വീണ്ടും 3 മാസം 6ആയി. ഒരു സൂര്യവർഷം. വീണ്ടും ഇങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് 23, പിന്നെ കയറാൻ 3 മാസത്തിൽ 23. ഇതാണ് സൂര്യവർഷം 1. ഇതാണ് സൂര്യന്റെ ഭ്രമണപഥം. ഈ 23 23 3 3 3 ഇതാണ്. ഇങ്ങനെ എന്ന് മുതൽ സൂര്യൻ അല്ലാഹു എന്നാണോ നിശ്ചയിച്ചത് അന്ന് മുതൽ വശംസു തജ്രി ലിമുസ്തഖറില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അന്ന് മുതൽ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കെന്നെ അറിയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നാം മനസ്സിലാക്കി തരാം. ഇതാ സൂര്യന്റെ രീതി. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സൂര്യനെ സംവിധാനിച്ച അതേ സൂര്യൻ എന്ത് ചെയ്തു? 309 കൊല്ലം ഭ്രമണപഥം മാറി നടന്നു. എന്തുകൊണ്ട്? ഭ്രമണപഥത്തിന്റെ നേരെ ചുവട്ടിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ഗുഹയിൽ 7 മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർ മഹാന്മാരായിരുന്നു, ഔലിയാക്കളായിരുന്നു. മനസ്സിലായില്ല? കാരണം പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക്? ഉദിച്ചുയർന്ന് വലത്തോട്ട് തെറ്റും, ഇടത്തോട്ടും തെറ്റും. അസ്തമിക്കുമ്പോൾ മുകളിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ 309 കൊല്ലം മിതശീതോഷ്ണാവസ്ഥ വേണം. കണ്ടുപിടിക്കുന്നതിന്റെ 3000 കൊല്ലം മുമ്പ്. നിങ്ങൾ ഓർമ്മയുണ്ടാ? എത്ര എയർ കണ്ടീഷൻ കണ്ടുപിടിക്കുന്നതിന്റെ 3000 കൊല്ലം മുമ്പ് ഒരു ഗുഹയെ എയർ കണ്ടീഷൻ ആക്കാൻ വേണ്ടി സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നടന്നു. കാരണം എന്റെ കാരണം അവിടെ തന്നെ പറഞ്ഞു. ആ ഗുഹയുടെ ഓഡിറ്റോറിയത്തിൽ അവരുണ്ടായിരുന്നു. എത്ര ആളുകൾ? 7 ആള്. പിന്നെ ഒരു നായുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട നായുമാണ്.
അങ്ങനെ ഒരു 7 ആളുണ്ട്, ഒരു നായുണ്ട്. നായും ചിലപ്പോൾ ബഹുമാനപ്പെടാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട നായാണ്. അങ്ങനെയുമുണ്ട് 7 ആളുകളും ഒരു നായുമായി. അതുകൊണ്ട് സൂര്യൻ മാറി മാറി അങ്ങനെ മാറുമോ കാസിം? അങ്ങനെ ഉണ്ടാവുമോ കാസിം? അതിന്റെ താഴെ പറയുന്നു സൂര്യൻ ഈ തെറ്റി നടന്നത് അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ട്? ഇവിടെ താഴെ ആരുണ്ട്? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ മനസ്സിലായോ? ഇത് പറയാനാണ് ഈ ക്ലാസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം, നിങ്ങൾ പണി നോക്കാം. ഇത് പറയാനാണ് ഈ ക്ലാസ്. അള്ളാഹു ആദരിക്കേണ്ടവരെ ആദരിക്കണം, എന്നിട്ട് ഹക്കായ വഴിക്ക് ജീവിക്കണം. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരൊക്കെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ 4 ആൾ മാത്രം ആഹൃതമാനിൽ ഇങ്ങനെ മൊബൈലും പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ മുത്തക്കിങ്ങളും മുൻഗാമികളൊക്കെ സഫീഹാണെന്ന് പറയണമെങ്കിൽ അങ്ങനെ ജാതി അത്രയൊന്നും തലച്ചോറിൽ നമ്മളെ വെള്ളം പറ്റിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞത്? ഇത് പറയാൻ ഈ ക്ലാസ് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് ഉണ്ടാവണം. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരെ ഇതിനെ ഒന്ന് സഹായിക്കൂ. നമുക്കുണ്ടോ അല്ലെങ്കിൽ കൂടെ നിന്ന് പരസ്പരം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകാം. നമ്മളെ തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കരുത് തമാശ. ഈ നായ തന്നെ ഒരിക്കൽ അവരെറിഞ്ഞോടിച്ച നായ, പലവട്ടം അവരെ എറിഞ്ഞോടിച്ച നായ, അവസാനം നായ അവരെ എറിഞ്ഞോടിച്ചു. പോനായ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞോടിച്ചു. 6 രാജകുടുംബങ്ങളും ഒരു കൃഷിക്കാരൻ രാജകുടുംബമല്ല, പക്ഷേ കൃഷിക്കാരൻ ഈ 6 ആളുകളുടെയും സ്നേഹിതനായിരുന്നു. അയാളുടെ തോട്ടം കാക്കുന്ന ഒരു നായും ഉണ്ടായിരുന്നു. ആ നായ നിലാവെളിച്ചത്തിൽ പിന്നാലെ പോന്നു. അവർ ഗുഹയിൽ അഭയം തേടാൻ പോവുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് നായ ശല്യമായിരുന്നു. അപ്പോൾ നായയെ എറിഞ്ഞോടിച്ചു. നായ പോയില്ല. പലവട്ടം എറിഞ്ഞോടിച്ചു. അവസാനം തന്റെ കാലിൽ എണീറ്റ് നിന്നിട്ട് നായ പറഞ്ഞു, മഹാന്മാരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ, അള്ളാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നവരെ, നിങ്ങൾ എന്നെ എറിഞ്ഞൊട്ടിച്ച് കൊന്നാലും ഞാൻ പോവില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ കൂടെയാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇത് പറയാൻ സുന്നത്യമായിട്ടുള്ള ക്ലാസുകൾ വേണം. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ അത് പറയുന്ന ക്ലാസ് സുന്നത്യമായി. ഇതാണ് ഖുർആൻ നിറയെ. ഇതന്നെ എവിടെയും ഖുർആൻ നിറയെ ഇതാണ്. ഇത് തന്നെ ഖുർആൻ. ചിന്തിക്കണേ. അങ്ങനെയുള്ള മഹത്തുക്കളുടെ കഥ പറയുകയാ. ആ മഹത്തുക്കളെ വളരെ ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയുള്ള സുദ്ദീഖീങ്ങളുടെ പന്ഥാവാ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിന്റെ കൂടെ നിന്നാൽ വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ പരാജയം. നമ്മളെ കാക്കട്ടെ. സബീലിലെ ഒരു ആംപ്ലിഫയർ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ വാൾ പറഞ്ഞിരുന്നു. എത്ര കൊല്ലം മുമ്പ്? ആംപ്ലിഫയർ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ്. വളരെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ആംപ്ലിഫയർ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ വാൾ പറഞ്ഞിരുന്നു. 1000 കൊല്ലം മുമ്പ്. എത്ര ആളാ വാളുകൾക്ക്? അബുൽ ഹസൻ അലി അന്നദവി റഹിമഹുല്ലാഹ് പോലും തന്റെ റിജാലുൽ ഫിക്രി വൽ ദഅവയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിരമുള്ളോരങ്ങനെ ചുവട്ടിലും ചുര തന്നെ കുടുകിന്